നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം പരാമർശത്തിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമായതോടെ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് ഈഴവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് താൻ പറഞ്ഞതെന്നും പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കാനില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു. ഏപ്രിൽ 11 ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകുന്ന മഹാസംഗമം. ഇതിനോടനുബന്ധിച്ച് ചേർത്തലയിൽ വിളംബര ജാഥ നടത്തി. ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ കലാപരിപാടികളുമായി ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം തുടരുന്നു. ഏപ്രിൽ 10 പ്രസിദ്ധമായ ചേർത്തല പൂരം. മലപ്പുറം പരാമർശത്തിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമായതോടെ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് ഈഴവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് താൻ പറഞ്ഞതെന്നും പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കാനില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു. മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല, എല്ലാവരുടെയും കൂടെ സാമ്രാജ്യമാണ്. 56% അവരുണ്ട് എന്നുള്ളതിൽ അവർ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ വരുന്ന മറ്റ് 44% അടിച്ചമർത്തിക്കൊണ്ട് എല്ലാം 56% മേധാവിത്വം സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എപ്പോഴും നല്ലതല്ല. അപ്പോഴാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ജാതി ചിന്ത ഉണ്ടാകുന്നത് എന്താണ്? നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ഈ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും തുല്യ നീതി ജനസംഖ്യ ആനുപാതികമായി മലപ്പുറത്തായാലും ആലപ്പുഴയായാലും കൊടുക്കണം. മലപ്പുറം പരാമർശത്തിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമായതോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്. പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ച് തന്നെ വർഗീയവാദിയാക്കാനാണ് ചില മാധ്യമങ്ങളുടെ ശ്രമം. പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കാനില്ല. മലപ്പുറത്ത് ഈഴവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് പറഞ്ഞത്. ലീഗിന്റെ പ്രമുഖന്മാരായ സമ്പന്നന്മാരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത്. താൻ ഒരു മുസ്ലിം വിരോധിയല്ല, തന്നെ അങ്ങനെ ആക്കാനാണ് ലീഗ് നേതാക്കളുടെ ശ്രമം. ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഞാനവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ കൂടെ ഞാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളനാണ്, മതേതരവാദിയാണ്, മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു എന്നെ കൊണ്ടുപോകണമെന്നില്ല. അങ്ങനെ ഒരുപാട് നാൾ ഈ 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് നേർക്കുന്നത്? ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിരോധം പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു. സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. എന്നിട്ട് ഓരോ ചാനലുകാരും അവരെല്ലാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചാനലിൽ നിന്ന് ഞാൻ രാവിലെ കണ്ടതാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട എന്നെ എതിർക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളുടെ മാത്രം കണ്ടുകൊണ്ട് അവർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ ചീത്ത പറയിപ്പിക്കുന്നു. എന്നാൽ പാലിച്ചതെങ്കിലും പറയിപ്പിക്കണ്ടേ? മുസ്ലിമിനോട് തന്നെ ചോദിച്ചു, എന്നോട് വിരോധമുള്ള അവരോട് തന്നെ ചോദിച്ച് എൻ്റെ പേര് എന്നെ കേസെടുക്കാൻ ഞാൻ എന്നെ ഉണ്ടാക്കിയിട്ടാണ്. ഞാനൊരു സമുദായത്തിന് എതിർത്തില്ല. റഹീമിനെ സിൻഡിക്കേറ്റ് അംഗമാക്കിയത് ഈഴവർ വോട്ട് കൊടുത്തിട്ടാണ്. മതവിദ്വേഷമുണ്ടെങ്കിൽ ഈഴവനെ നിർത്തി വിജയിപ്പിക്കാനായിരുന്നില്ലേ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. മുസ്ലിം വിരോധിയല്ല, ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ നിയോഗമല്ലേ ശക്തമായ നേതൃത്വം? അതുകൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോഴിക്കോട് സിൻഡിക്കേറ്റ് മെമ്പർ റഹീമുണ്ട്. ഈ ലീഗുകാരെ ആരും വോട്ട് കൊടുത്തില്ലല്ലോ. ഈ റഹീമിനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് സിൻഡിക്കേറ്റ് മെമ്പർ ആക്കിയ ആരാണ്? നമ്മൾ 12ഓളം വോട്ട് ഈഴവന്റെ വോട്ട് കൊടുത്തത് റഹീമിനാണ്. ആ റഹീം ഇന്നും കോഴിക്കോട്ടുണ്ട്. തിരക്കട്ടുക. ED റെയ്ഡുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്ന് ഗോകുലം ഗോപാലനെ രക്ഷിക്കാനാണ് തന്നെ വാർത്തയാക്കുന്നത്. വർഗീയവാദിയാണെന്ന് പറഞ്ഞ് തന്നെ ചവിട്ടിമെതിക്കുന്നവർക്ക് കാലം മാപ്പ് കൊടുക്കില്ല. മാധ്യമങ്ങൾ ഏത് അജണ്ട നടപ്പാക്കിയാലും തന്റെ ഉദ്യമവുമായി മുന്നോട്ടു പോകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു. KMCN ചേർത്തല. ചേർത്തല ദേവീക്ഷേത്രത്തിൽ നവീകരിച്ച പള്ളിക്കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മുടെയല്ല.
കുളങ്ങളും തോടുകളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണെന്നും ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആറാട്ടിനേക്കാൾ ഏറ്റവും കൂടുതലായി മനസ്സിൽ വന്നത് കണ്ടത് ഇതിന്റെ ശോച്യാവസ്ഥ തന്നെയാണ്. ശോച്യാവസ്ഥ എന്ന് പറഞ്ഞാൽ മാത്രം ആ വാക്കുകൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നതല്ല. ശോചനീയം എന്നൊരു വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ലായിരുന്നു. ഏതാണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ കുപ്പത്തൊട്ടിയാക്കി മാറ്റി എന്നായിരുന്നു എൻ്റെ സത്യസന്ധമായ യാഥാർത്ഥ്യം. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നോക്കി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. നേരത്തെ പറഞ്ഞതുപോലെ കൃഷി വകുപ്പ് കൂടാതെ തന്നെ ഒരു വകുപ്പ് എനിക്കുള്ളത് മണ്ണ് പരിവേഷണ വകുപ്പാണ്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉള്ള തുക ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് 1,17,00,000 രൂപ നമുക്കിതിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. അതിനകത്ത് ഇപ്പോൾ 1,07,00,000 രൂപ മുടക്കിയാണ് നമ്മൾ ഈ പ്രവർത്തികൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കുന്നില്ല. അത് ചെയ്യുന്നതിനകത്ത് താല്പര്യമില്ലാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. ചുറ്റോടി ചുറ്റും ടൈലെല്ലാം ഇട്ട് അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ അതിന് എന്തോ ഒരു താല്പര്യക്കുറവ് ചില കോണുകളിലെല്ലാം കാണുകയുണ്ടായി. എങ്കിലും നമുക്ക് ഒരു കുളത്തിൻ്റെ പ്രാധാന്യം അല്പം പോലും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതല്ല. ആ പ്രാധാന്യത്തോടെ കുളം നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചേർത്തല കുളങ്ങൾക്കും തോടുകൾക്കും ഇത്രമേൽ പേര് കേട്ട സ്ഥലമാണ്. ഇത്രയും തോടുകൾ ഈ ചേർത്തല താലൂക്കിലുള്ളതുപോലെ വേറെ എവിടെയും, ഞാൻ ഏറെക്കുറെ കേരളത്തിലെ എല്ലായിടങ്ങളിലും പോയിട്ടുണ്ട്, ഇതുപോലെ കുളങ്ങൾ തോടുകൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലം ഇല്ല. പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവന പദ്ധതി പ്രകാരം മണ്ണ് സംരക്ഷണ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചേർത്തല മണ്ഡലത്തിലെ തണ്ണീർത്തടങ്ങളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുന്നതിന് മികച്ച പരിഗണനയാണ് ഇടതുപക്ഷ സർക്കാർ നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. മണ്ണ് സംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ VM അശോക് കുമാർ പദ്ധതി വിശദീകരിച്ചു. ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയ്കുമാർ, സ്ഥിരസമിതി അധ്യക്ഷരായ ശോഭ ജോഷി, G രഞ്ജിത്ത്, മാധുരി സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 11 ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകുന്ന മഹാസംഗമം. ഇതിനോടനുബന്ധിച്ച് ചേർത്തലയിൽ വിളംബര ജാഥ നടത്തി. ഏപ്രിൽ 11 ചേർത്തല ബോയ്സ് സ്കൂൾ മൈതാനിയിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിലാണ് മഹാസംഗമം നടക്കുക. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയായിട്ട് 3 പതിറ്റാണ്ട് തികയുമ്പോൾ അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണം നൽകുകയാണ് നാട്. ഇന്ന് ചേർത്തലയിൽ വലിയൊരു വിളംബര ഘോഷയാത്ര നടക്കുകയാണ്. ഏതാണ്ട് 12ഓളം ശിങ്കാരി മേള ടീമുകൾ അണിനിരക്കുന്ന, ശ്രീനാരായണീയർ അണിനിരക്കുന്ന, പീതാംബരധാരികളായ ശ്രീനാരായണ അണിനിരക്കുന്ന വലിയൊരു വിളംബര ജാഥയാണ് നമ്മുടെ ചേർത്തല പട്ടണം ഇപ്പോൾ കാണാൻ പോകുന്നത്. എന്തുകൊണ്ടും ചേർത്തലയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഈ 30 വർഷക്കാലത്തെ രേഖപ്പെടുത്തുന്ന ഈ പരിപാടി, അതിൻ്റെ വിളംബര ജാഥ ഇവിടെ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. 11 വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും നടന്നുവരുന്നു. ചേർത്തല TBയിൽ നിന്നും തുടങ്ങിയ വിളംബര ജാഥ കോടതിക്കവല KSRTC സ്റ്റാൻഡ് അപ്സര കവല വഴി സമ്മേളനവേദിയായ ശ്രീനാരായണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി 501 വനിതകൾ യൂണിഫോമിൽ കൊടികളും മുത്തുക്കുടകളും ഏന്തി. 23 ഗ്രൂപ്പുകളിലായി 20 പേർ അടങ്ങിയ ശിങ്കാരിമേള മത്സരവും വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി.
KM സീൻ, ചേർത്തല. ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ കലാപരിപാടികളുമായി ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം തുടരുന്നു. ഏപ്രിൽ 10-നാണ് പ്രസിദ്ധമായ ചേർത്തല പൂരം. അഞ്ചാം ഉത്സവ ദിനത്തിൽ 35-ൽ പരം കലാകാരന്മാരെ അണിനിരത്തി തിരുവല്ല രാധാകൃഷ്ണന്റെ പ്രമാണിത്വത്തിൽ കാഴ്ചശ്രീബലിക്ക് അകമ്പടിയായ പഞ്ചാരിമേളം മേളപ്രേമികൾക്ക് ആവേശമായി. തുടർന്ന് ചുറ്റുവിളക്കോടുകൂടി ദീപാരാധനയും നടന്നു. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ വകയായിട്ടായിരുന്നു 5-ാം ദിവസത്തെ ആഘോഷം. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ വേനൽ ചൂടിന് ആശ്വാസമായി തണ്ണീർപന്തൽ തുടങ്ങി. തണ്ണീർപന്തലിന്റെ ഉദ്ഘാടനം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, ചേർത്തല നഗരസഭയുടെ കീഴിൽ തണ്ണീർപന്തൽ എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്നത്. എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ തണ്ണീർപന്തൽ ഇടാറുണ്ട്, ചെയ്യാറുമുണ്ട്. ധാരാളം ജനങ്ങൾ ഇന്ന് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സമയത്തിനുള്ളിൽ ഒരുപാട് ജനങ്ങളാണ് നമ്മുടെ ഈ തണ്ണീർപന്തലിൽ വന്നു പോകുന്നത്. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് വളരെയധികം ചൂട് കൂടുന്നതായിട്ടുള്ള ഈ ഒരു അവസരത്തിൽ ഇതുപോലെ വെള്ളം ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നഗരസഭ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ജനങ്ങൾക്കും ഇത് വളരെയധികം പ്രയോജനങ്ങൾ പെടും എന്നുള്ളത് കൊണ്ട് നമ്മളിത് വീണ്ടും തുടർന്നുകൊണ്ട് നമ്മുടെ മഴക്കാലം വരുന്നത് വരെ നമ്മളിതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നമുക്ക് വീണ്ടും നമ്മുടേതായ, പ്രത്യേകിച്ച് നമ്മുടെ ചേർത്തല നഗരസഭയെ പറ്റി പറയുമ്പം സ്റ്റാൻഡിനടുത്താണ്, അമ്പലത്തിനടുത്താണ് ആയതുകൊണ്ട് ധാരാളം ജനങ്ങൾ ഇവിടെ ഇന്ന് രാവിലെ തൊട്ട് വന്നു പോവുകയാണ്. കൗൺസിലർമാരായ ശോഭ ജോഷി, പുഷ്പകുമാർ, ബാബു മുള്ളഞ്ചിറ, ആശ മുകേഷ്, അജി, ശ്രീജ, സീനാമോൾ, നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, കണ്ടീജന്റ് വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ജുവലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ വിവാഹ ആഭരണങ്ങളുടെ ബ്രൈഡൽ ജുവലറി ഷോയ്ക്ക് തുടക്കം. സ്വർണം, ഡയമണ്ട്സ്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം ഏപ്രിൽ 11 വരെ നീളുന്ന പ്രദർശന വിപണന മേളയിൽ ഉണ്ടാവും. രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വന്നതും പൗരാണിക പാരമ്പര്യവുമുള്ള വൈവിധ്യമാർന്ന അമൂല്യ ആഭരണങ്ങൾ മൈൻ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻ, എത്നിക്സ് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി കളക്ഷൻ, പ്രഷ്യസ് ജെം ജ്വല്ലറി കളക്ഷൻ, വിറാസ് റോയൽ പൊൾക്കി ജ്വല്ലറി അടക്കം വൈവിധ്യ ശേഖരം ബ്രൈഡൽ ജ്വല്ലറി ഷോയുടെ പ്രത്യേകതയാണ്. കൂടാതെ വജ്ര ആഭരണങ്ങളുടെ പ്രദർശനം, മാണിക്യ, മരതക, രത്നക്കല്ലുകളുടെ വലിയ ശേഖരം എന്നിവയെല്ലാം തന്നെ ആലപ്പുഴ ഷോറൂമിൽ നടത്തുന്ന പ്രദർശന വിപണന മേളയുടെ മുഖ്യ ആകർഷണമാണ്. ഏപ്രിൽ 11 വരെ ആലപ്പുഴ ഷോറൂമിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മേള ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 10ഓളം നവവധുക്കൾ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആലപ്പുഴ ഷോറൂം ഹെഡ് VV അബ്ദുൽ സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NR ചിത്ര മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പിന്നെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊരു ചാരിറ്റി ചെയ്യുന്നൊരു പ്രോഗ്രാം ഇതുപോലെ എന്നെ വിളിച്ചിരുന്നു. പെട്ടെന്ന് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞു. അന്നും എനിക്ക് പറയാൻ സാധിച്ചു. അപ്പൊ നമുക്കൊക്കെ ഒരു പണ്ടൊരു വിചാരം ഉണ്ടായിരുന്നു, എനിക്ക് വൈരം അല്ലെങ്കിൽ ഡയമണ്ട് മേടിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും മേടിക്കാറില്ലായിരുന്നു. അപ്പൊ പക്ഷേ പിന്നീട് മനസ്സിലായി, പിന്നെ നമ്മുടെ വിചാരം അഫോർഡബിൾ അല്ല എന്നായിരുന്നു. ഷോറൂം അസിസ്റ്റന്റ് ഹെഡ് മുഹമ്മദ് അഫ്സൽ, ഷോറൂം മാനേജർ KG അനുജ്, മാർക്കറ്റിംഗ് മാനേജർ VK റിയാസ്, PRO ഗണേഷ് കുമാർ ആർപ്പിള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആഭരണങ്ങൾ വിലയുടെ 3% നൽകി അഡ്വാൻസിംഗ് ബുക്കിംഗ് നടത്താനുള്ള സൗകര്യവും, ബുക്ക് ചെയ്യുന്ന ദിവസത്തെ ആഭരണ വിലയോ ആഭരണം വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറഞ്ഞ വില ആ വിലയ്ക്ക്
ഉപഭോക്താക്കൾക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കാനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവസരമൊരുക്കിയിട്ടുള്ളതായി ഷോറൂം ഹെഡ് VB അബ്ദുൽ സലീം പറഞ്ഞു. CPM നേതാക്കളായ K. ഉണ്ണികൃഷ്ണനും K. രവീന്ദ്രൻ പിള്ളയ്ക്കും സ്മരണാഞ്ജലി. ചേർത്തലയിൽ ചേർന്ന അനുസ്മരണ യോഗം അഡ്വക്കേറ്റ് A. മാരിഫ് ഉദ്ഘാടനം ചെയ്തു. RSSന്റെ സൈദ്ധാന്തികാചാര്യന്മാർ മുഞ്ചെ, അതുപോലെ ഗുരുജി ഗോൾവാർക്കർ, ഡോക്ടർ ഹെഡ്ഗേവാർ തുടങ്ങിയിട്ടുള്ള RSS സൈദ്ധാന്തികന്മാർ അവർ ബ്രിട്ടീഷ് പക്ഷത്തായിരുന്നു. അവർ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് ഹിന്ദു സമാജത്തിന്റെ ഉത്ഭവത്തിനായി, വളർച്ചയ്ക്കായി പരിശ്രമിക്കേണ്ട നമ്മുടെ സമൂഹം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ കഴിവും കരുത്തും നിങ്ങൾ ചോർത്തിക്കളയരുത് എന്നാണ് ഗുരുജി ഗോൾവാർക്കർ ഉൾപ്പെടെയുള്ള സൈദ്ധാന്തിക ആചാര്യന്മാർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ പറഞ്ഞത്. എക്സ്റേ പത്മശാലി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിന് KP പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ B. വിനോദ്, MC ശ്രീകുമാർ, N. സുനിൽ, TV മണിയപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊക്കോതമംഗലം കുന്നത്ത് ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞം തുടരുന്നു. 5-ാം ദിവസം നടന്ന രുക്മിണി സ്വയംവരം ഭക്തിനിർഭരമായി. രുക്മിണി സ്വയംവര ഘോഷയാത്ര യജ്ഞമണ്ഡപത്തിൽ എത്തിച്ചേർന്നപ്പോൾ സ്വയംവര ഭാഗം പാരായണം ചെയ്തു. ചൊവ്വാഴ്ച സപ്താഹ യജ്ഞത്തിന് സമാപനമാകും. 12-ാം തീയതി ശനിയാഴ്ച ഹനുമൽ ജയന്തി ആഘോഷം നടക്കും. അന്നേ ദിവസം രാവിലെ കളഭാഭിഷേകവും തുടർന്ന് മഹാ അന്നദാനവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 8-ന് നാടകവും ഉണ്ടാകും. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ പെട്ടെന്ന് തന്നെ ചെയ്തെന്നറിയാമോ? മറ്റാരോടും അവിടെ പറയാൻ പോയില്ല. വന്ന ആ അന്തണന്റെ കൂടെ അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ കൂടെ അവിടെ പെട്ടെന്ന് തേരിലേറി നേരെ ആ വിധപ്പയിലേക്ക് പോരുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ ജ്യേഷ്ഠ സഹോദരനായ ബലരാമൻ അവിടെ ഇല്ല. എങ്ങോ പുറത്തു പോയി വന്നപ്പോൾ ചോദിച്ചു, എന്റെ അനുജൻ എന്ത് കണ്ടില്ലല്ലോ, ഇതിനു മുമ്പ് അങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താണെന്നറിയില്ല, ഒരു ബ്രാഹ്മണൻ വന്നു ഇവിടെ ഒരു കുർബാന കൊണ്ടുവന്ന് കൊടുത്തു. വയലാർ കോയിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മീനപ്പൂയ മഹോത്സവം രാവിലെ ക്ഷേത്രത്തിലേക്കെത്തിയ കാവടി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പൂയം മഹോത്സവ ദിനത്തിൽ രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് പന്തീരടി പൂജയ്ക്ക് ശേഷം കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്കെത്തി. SNDP 468 നമ്പർ ശാഖയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ അഭിഷേക ചടങ്ങുകൾ നടന്നു. വയലാർ കോയിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനപ്പൂയ മഹോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. 4, 5, 6 എന്നീ തീയതികളിലാണ് ഈ വർഷത്തെ ഉത്സവം നടത്തപ്പെടുന്നത്. 4-ാം തീയതി നമ്മൾ ക്ഷേത്രം തന്ത്രികൾ പരവൂർ രാകേഷ് തന്ത്രി പൂജാകർമ്മങ്ങൾ ആരംഭിച്ചതോടുകൂടിയാണ് ഈ ഉത്സവം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന വഴിപാട് നമുക്കറിയാം, മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കാവടി. ആ കാവടി വഴിപാട് നമ്മുടെ SNDP ശാഖ 465 നിന്നും രാവിലെ ആരംഭിച്ച്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം പരാമർശത്തിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമായതോടെ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് ഈഴവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് താൻ പറഞ്ഞതെന്നും പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കാനില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു. ഏപ്രിൽ 11-ന് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകുന്ന മഹാസംഗമം. ഇതിനോടനുബന്ധിച്ച് ചേർത്തലയിൽ വിളംബര ജാഥ നടത്തി. ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ കലാപരിപാടികളുമായി ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം തുടരുന്നു. ഏപ്രിൽ 10-നാണ് പ്രസിദ്ധമായ ചേർത്തല പൂരം.
വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.